നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് വീഡിയോ ആനിമേഷൻ എടുക്കണ കാര്യങ്ങളൊന്ന് നോക്കാം എന്ന് വിചാരിക്കണേ. അപ്പോൾ എൻ്റെ ലാസ്റ്റത്തെ യൂട്യൂബ് ഷോർട്സ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇൻസ്റ്റ റീലോ അല്ലെങ്കിൽ സ്റ്റോറിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇല്ലെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാം. എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇതിനെ പാട്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണത്. ഇപ്പം ഈ വീഡിയോയിൽ തന്നെ ചില ഷോട്ടുകൾ നോക്കിയാൽ ഇപ്പം ഈ ഒരു ഷോട്ട് കണ്ടോ? ഈ ഒരു ഷോട്ടിൽ ഈ ഒരു ടേബിളിനെ ഫോക്കസ് ചെയ്ത് ക്യാമറ റൊട്ടേറ്റ് ചെയ്യുക. നോക്കി കാണാം. അപ്പം അങ്ങനത്തെ കുറച്ച് ഷോട്ടുകൾ ഇതിനകത്ത് കയറിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിൽ ഈ ഒരു ടേബിളിനെ റൊട്ടേറ്റ് ചെയ്യാണ്. പിന്നെ ഈ ഒരു പൂജാ റൂമിൻ്റെ ആ ഒരു ഡോർ ആണ്, ആ ഡോർ ഫോക്കസ് ചെയ്തിട്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് ഷോട്ട്സ് നമ്മൾ D5 നമുക്ക് എടുക്കാൻ പറ്റും. അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ചും കൂടി രസകരമായിട്ട് നമുക്ക് ഇതിലൊന്നുകൂടി പഠിക്കാം. നിങ്ങൾ എൻ്റെ ക്ലിപ്സ് കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ആ ക്ലിപ്പ് 13. ഞാൻ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. 10 സെക്കൻഡ് ഷോട്ടാണ്. ഇതിൽ ആ ടേബിളിലേക്ക് ഫോക്കസ് വന്നിരിക്കുന്നത്. ഞാൻ ക്യാമറ ടാർഗറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ആ ഒരു ഓപ്ഷൻ നമ്മളൊക്കെ അങ്ങനെ ഷോട്ട് കിട്ടുന്നത്. ഞാൻ ഈ ഷോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നമുക്ക് ഈ വരുന്ന ഈ ഒരു പ്രോപ്പർട്ടീസിൽ താഴെ കാണാം ക്യാമറ ടാർഗറ്റ്. അത് ഓണാക്കി എടുക്കണം. ഫോക്കസ് ഓൺ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിത് കൊടുത്തിരിക്കുന്നത് മാത്രമാണ് ടേബിളിലേക്ക് ഫോക്കസ് വന്നിരിക്കുന്നത്. ഞാനിത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഇതൊന്ന് ഷോട്ട് റീഫ്രഷ് ചെയ്യട്ടെന്ന് ചോദിക്കും. റീഫ്രഷ് കൊടുക്കുക. ഞാൻ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, സാധാരണ രീതിയിലൊരു സൈഡിലേക്ക് പാൻ ചെയ്യുന്ന ഒരു ഷോട്ടാണ് എടുത്തിരുന്നത് ആദ്യം. അതാണ് ഈ കാണുന്നത്. കണ്ടില്ലേ? ഞാൻ ആ ഷോട്ടിനെ തന്നെ നേരെ ക്യാമറ ടാർഗറ്റ് ഓണാക്കി സെലക്ട് ടാർഗറ്റിൽ ഈ ഒരു ടേബിളിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് റീഫ്രഷ് അടിക്കുക. കണ്ടോ? അപ്പോൾ ക്യാമറ ഒന്ന് ടിൽറ്റ് ആവുന്നുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, ഈ ടേബിളിൻ്റെ മേലെ ആയിട്ട് കൊടുത്തിട്ട് റീഫ്രഷ് അടിക്കുക. അപ്പോൾ ക്യാമറ കറക്റ്റ് വ്യൂവിലേക്ക് വന്നു. കണ്ടോ? ഇനി ഞാനിത് പ്ലേ ചെയ്ത് നോക്കിയാൽ, അതായത് ഈ ഒരു ഭാഗത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ക്യാമറ കറങ്ങും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളത് വീഡിയോയിലൊക്കെ ഇടുമ്പോൾ ശരിക്കും ഈ ടേബിളിനെ ഫോക്കസ് ചെയ്ത് തിരിയണമായിട്ട് തോന്നും നമുക്ക്. ആ രീതിയിലൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. അത് നമ്മൾ കൊടുക്കുന്ന ഫോക്കസ് എത്രത്തോളം വൃത്തിക്ക് അടിക്കണമെന്നനുസരിച്ചിരിക്കും. ഞാൻ ഈ ടേബിളിനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് വന്നാനെ. കണ്ടോ? തിരിഞ്ഞ് വരണ പോലെ ആ രീതി. പക്ഷെ നമ്മുടെ ക്യാമറ ആംഗിള് ചെറിയൊരു ചരിവ് വന്നിട്ടുണ്ട്. പക്ഷേ ടേബിളിനെ കറക്റ്റ് ഫോക്കസ് ചെയ്ത് കറങ്ങി വരും ക്യാമറ. അപ്പോൾ ഈ രീതിയിൽ തന്നെ നമ്മുടെ പൂജയുടെ നമ്മൾ എടുത്തിരിക്കുന്ന ഷോട്ട് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിലും കണ്ടോ, ആ പൂജൻ്റെ ആ ഒരു ഡോർ ഫോക്കസ് വിടാതെ തന്നെ ക്യാമറ തിരിയണം എന്ന് പറഞ്ഞാൽ കൊടുത്തിരുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അതേപോലുള്ള കുറച്ച് ഷോട്ടുകളാണ് ഇതിൽ കൂടുതൽ വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഹോൾ സെറ്റപ്പ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ ക്വാളിറ്റി കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നുന്നുണ്ടാവും ഇതിൽ കാണുമ്പോൾ. കണ്ട് ഞാൻ ആ ഒരു എന്താ പറയുക, സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ഒക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. അത് വോളിമെട്രിക് ലൈറ്റിംഗ് ആണ്. എൻവയോൺമെൻറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് താഴെ വോളിമെട്രിക് ലൈറ്റ്, വോളിയം ലൈറ്റ് ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കുക, സ്കാറ്ററിങ് ഓൺ ആക്കുക, ഫോഗ് കൂട്ടി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേമാതിരിയുള്ള സൺറൈസ് വരുന്നത് കണ്ടോ ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അത് ഞാൻ ഓൾറെഡി പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഞാനിതിൽ അതൊക്കെ യൂസ് ചെയ്തു. ഈ ഒരു ഷോട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു ലിവിങ് റൂമായിട്ട് ഞാൻ മാറ്റിയെടുത്തതിനെ. പിന്നെ നമ്മുടെ ഓപ്പണിംഗ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോയിൽ കാണാം. ആ വീഡിയോൻ്റെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു കോർട്ട്യാർഡ് ഏരിയയാണ്. ഇപ്പോൾ കോർട്ട്യാർഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ മേലെ ഭാഗം, തൊട്ട് മുകളിലെ ഭാഗം ഓപ്പൺ ടു ദ സ്കൈ ആണ്. അപ്പോൾ ഞാനിവിടെ എൻവയോൺമെൻറ്റിൽ പോയി പ്രിസിപിറ്റേഷൻ ഓൺ ആയി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റെയിൻ താഴേക്ക് വരും, അതായത് വെള്ളം വീഴും. തടസ്സമൊന്നുമില്ലല്ലോ, ഓപ്പൺ ടു സ്കൈ. എന്നിട്ട് ഞാൻ സ്ട്രെങ്ത് ഫുള്ള് കുറച്ചു. സ്ട്രെങ്ത് കൂട്ടിക്കഴിഞ്ഞാൽ മഴ പെയ്യാൻ തുടങ്ങും. നിങ്ങൾക്കത് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ സ്ട്രെങ്ത് എത്രത്തോളം കൂട്ടുന്നോ അപ്പോൾ മഴയും മഴത്തുള്ളിയും ഒക്കെ വീഴാനായിട്ട് തുടങ്ങും. ഇതിൽ കാണുന്നുണ്ടാവില്ല.
പക്ഷേ ആ സ്ട്രെങ്ത് ഫുൾ ഓഫ് ചെയ്തിട്ട് ഈ പഡിൽ എന്നുള്ള ഓപ്ഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചെറിയതായിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന പോലത്തെ കൈൻഡ് ഓഫ് ഷോട്ടുകളൊക്കെ എടുക്കാൻ പറ്റും. ഇതിപ്പോൾ കറൻ്റ്ലി എൻ്റെ ലാപ്പിനും ഈ ഒരു മോഡൽ നല്ല ഹെവിയാണ്. കാരണം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, നമുക്കൊരു കയറി വരുന്ന ഭാഗത്ത് ഒരു ഫോയർ ഏരിയ ആയിട്ടുണ്ട്. ഞാൻ ഡെപ്ത് ഓഫ് ഫീൽഡ് ഓൺ ആക്കിയിട്ടിരിക്കുക. ഇവിടെ ഒരു ചെറിയ കൺസോൾ ടേബിളൊക്കെ ആയിട്ട് ഫോയർ ഏരിയ, പിന്നെ ഒരു ഫോർമൽ ലിവിങ്. അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു 4 കെട്ടിൻ്റെ 40 യാർഡ് സെറ്റപ്പ് ഉണ്ട്. അവിടെ തന്നെ നമ്മുടെ ലിവിങ്ങും നമ്മുടെ ടി വി യൂണിറ്റ് ഇവിടെ ഉണ്ട്, ലിവിങ് റൂം ഉണ്ട്, ഡൈനിങ് ഉണ്ട്, കിച്ചൺ ഉണ്ട്. കണ്ടോ, കിച്ചൺ ഫുള്ളായിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ നമ്മുടെ സ്റ്റെയർ ഉണ്ട്, ഒരു വാഷ് ഏരിയ ഉണ്ട്. അതും കൂടാതെ ഏറ്റവും മുകളിൽ കയറി കഴിഞ്ഞാൽ അപ്പർ ലിവിങ് സെറ്റപ്പും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഒറ്റ സ്കെച്ചപ്പ് മോഡലിൽ ചെയ്തതാണ്. എന്നിട്ട് D5 ഒറ്റയടിക്ക് തന്നെ ഇത് റെൻഡർ ചെയ്ത് എടുക്കാൻ പറ്റും. അത് എൻ്റെ ലാപ്ടോപ്പിൻ്റെ കുറച്ച് കേപ്പബിലിറ്റീസ് കൂടി അതിൽ വരുന്നുണ്ട്. പക്ഷേ ഇവൻ പൂജ കണ്ടിട്ട് ഞാൻ പറഞ്ഞില്ല, പൂജ റൂം അടക്കം ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ഇത്രയുണ്ട്. പക്ഷേ ഇത് നിങ്ങളിപ്പോൾ നോക്കുവാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് D5 ചെയ്തെടുക്കാൻ പറ്റത്തോളം. ഞാൻ ഫോട്ടോ റിയലിസ്റ്റിക് എന്നൊന്നും പറയുന്നില്ല, പക്ഷേ ഇതിന് അതിൻ്റെതായ ഒരു ഭംഗി ഇതിന് വരുന്നുണ്ട്. വന്നിരിക്കുന്നതിൻ്റെ ഗുട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് എല്ലാം അവിടുത്തെ ഇട്ട് കൊടുത്തു. ഞാൻ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെയൊക്കെ നമ്മൾ ലൈറ്റ് ക്ലിക്ക് കഴിഞ്ഞാൽ കാണാം, ഫുൾ ലൈറ്റ് ഇട്ട് കൊടുത്തിരിക്കുക. സ്പോട്ട് ലൈറ്റുകൾ എല്ലായിടത്തും ഇട്ടു. വാൾ ലൈറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ പോയിന്റ് ലൈറ്റാണ്. വാൾ ലൈറ്റിലൊക്കെ പോയിന്റ് ലൈറ്റ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളുടെ ഈ ഒരു സ്റ്റെയറിൻ്റെ ഈ ഒരു ഏരിയ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നത് ഒരു ഡിസ്ക് ലൈറ്റ് കണ്ടോ. ഒരു ഡിസ്ക് ലൈറ്റ് ഞാൻ നേരെ മേലെ, അതായത് ഈ ഒരു ലിവിങ് റൂമിൽ നിന്ന് താഴേക്ക് അടിക്കുന്ന പോലെ ഡിസ്ക് ലൈറ്റ് ഇട്ട് കൊടുത്തു. അതായത് ഞാൻ താഴെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് സ്റ്റെയർ ഏരിയ ഇരുട്ടായിട്ട് തോന്നും. ഞാനിപ്പോൾ ഡിസ്ക് ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഈ സ്റ്റെയർ ഏരിയയിൽ ഒരു ഇരുട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇരുട്ട് വരാണ്ടിരിക്കാനായിട്ട് ഒരു ഡിസ്ക് ലൈറ്റ് ഇട്ട് കൊടുത്തു ഫ്രണ്ടിൽ. അപ്പോൾ ആ ഭാഗത്തും വെളിച്ചായി. അത് നമുക്ക് മുകളിൽ ഷോട്ട് എടുക്കുമ്പോൾ നമുക്ക് ഡിസ്ക് ലൈറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്കത് ഹൈഡ് ചെയ്ത് കളഞ്ഞാൽ. പിന്നെ ഇങ്ങനത്തെ ഷോട്ടൊക്കെ എടുക്കുമ്പോൾ മാക്സിമം നാച്ചുറൽ ലൈറ്റ് അകത്തേക്ക് കയറ്റാനായിട്ട് നോക്കാം. അപ്പോൾ അതിനൊരു ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ കർട്ടനുകൾ നമ്മളാദ്യം തന്നെ ക്ലോത്ത് ആക്കി കഴിഞ്ഞാൽ തന്നെ ഇത് കണ്ടോ, ഇത് ഒപ്പേസിറ്റി ഉള്ളതുകൊണ്ട് ഇതിൻ്റെ പുറത്തുനിന്നുള്ള വെളിച്ചം അകത്തേക്ക് വരാൻ തുടങ്ങും. ഈ 2 കർട്ടനുകളും കണ്ടോ, ഈ ഒരു എൻഡിലെ കർട്ടൻ ആക്ച്വലി ഞാൻ ഇൻവിസിബിൾ ഇൻ റേ ട്രേസിങ്, അതായത് ഈ കർട്ടൻ ലൈറ്റിനെ തടയുകയില്ല എന്നുള്ള ഓപ്ഷനാണ് ഈ ഇൻവിസിബിൾ ഇൻ റേ ട്രേസിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ അത് ഓണാക്കി കൊടുത്തിട്ട് ക്ലോത്തും ആക്കിയിട്ടുണ്ട്. ഇത് ഞാൻ ഇൻവിസിബിൾ ഇൻ റേ ട്രേസിങ് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിച്ചം കുറയും, മനസ്സിലാവും നിങ്ങൾക്ക്. ഞാൻ അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് ഇരുട്ടാവും. ഈ 2 കർട്ടനിലേക്കും കുറച്ച് ഇരുട്ട് കയറി വരും, അതായത് വെളിച്ചം തടയുന്നത് കൂടി. ഞാനത് കർട്ടനോട് ഇല്ലാണ്ട് ലൈറ്റ് അകത്തേക്ക് കടക്കണം എന്നുള്ള ഓപ്ഷനാണ് ഈ ഇൻവിസിബിൾ ഇൻ റേ ട്രേസിങ് അടിച്ചത്. അതുകൂടാതെ തന്നെ ശരിക്കും ഈ കർട്ടൻ്റെ പുറകിലുള്ളത് ഒരു ഡോറായിരുന്നു, ഒരു സ്ലൈഡിങ് ഡോർ. കണ്ടോ, ഇത് വലിയൊരു ഡോറാണ്. ഈ ഡോറിനെ ഞാൻ ഈ ഇൻവിസിബിൾ ഇൻ റേ ട്രേസിംഗ് ഓപ്ഷൻ ഓൺ ചെയ്തിട്ടേക്കാം. അതുകൊണ്ടാണ് നമുക്ക് ഈ കർട്ടനിലൂടെ, സെൻറ്ററിലെ കർട്ടനിലൂടെ ഇത്രയും വെളിച്ചം അകത്തേക്ക് വരുന്നത്. അത് ഞാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇരുട്ടായി മാറും. കേട്ടോ, ഒരു ഭാഗത്ത് തീരെ വെളിച്ചം കയറില്ല അകത്തേക്ക്. ആകെ 2 സൈഡിൽ 2 വിൻഡോ ഉണ്ട്, അതിൽ മാത്രം വെളിച്ചം കയറുള്ളൂ. മനസ്സിലായില്ലേ? ആ ഒരു വ്യത്യാസം നമുക്ക് ഭയങ്കരമായിട്ട് അറിയാനും പറ്റും, ഒരു ഇരുട്ട് മയം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വെളിച്ചം കിട്ടാനായിട്ട് ഞാൻ ഈ ഡോറിനെയും ഇൻവിസിബിൾ ഇൻ റേ ട്രേസിംഗ് ഓൺ ചെയ്ത് കൊടുത്തു. അകത്തേക്ക് മാക്സിമം വെളിച്ചം കയറാം. അങ്ങനെ പിന്നെ നോക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈറ്റ് എല്ലായിടത്തും സ്പോട്ട് ലൈറ്റ് ഉള്ളതൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു. പാനൽ ലൈറ്റ്സ് എല്ലാം ഓൺ ചെയ്തു. ഈ വുഡൻ പാനലിംഗ് ഒക്കെ ഞാൻ കുറേ നേരം എന്താ പറയുക, അതിൻ്റെ കളറ് മാച്ച് ചെയ്യാനായിട്ട് ഞാൻ ട്വീക്ക് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തെടുത്താണ് ലൈറ്റൊക്കെ. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ കിച്ചണിൽ നോക്കുകയാണെങ്കിൽ അതായത് ഈ ഒരു ക്യാബിനറ്റിനകത്തിട്ടിരിക്കുന്നത് എല്ലാം സ്ട്രിപ്പ് ലൈറ്റുകളാണ്. കേട്ടോ, സ്ട്രിപ്പ് ലൈറ്റുകളുടെ ഞാൻ വാംത്ത് ഏറ്റവും മിനിമം 1700 ആക്കി അതിനെ വാം ലൈറ്റാക്കി ഞാൻ മാറ്റിയെടുത്തു. പിന്നെ ഈ കിച്ചണിൽ വേറെ ലൈറ്റുകൾ കാര്യങ്ങളൊന്നുമില്ല. ഈ ജനലിൽ കൂടി അകത്തേക്ക് വരുന്ന ലൈറ്റും സീലിങ്ങിൽ കാണുന്ന സ്ട്രിപ്പ് ലൈറ്റുകളൊക്കെ തന്നെയാണ്. ഇനി ഇത് നിങ്ങൾക്ക് കത്തി കിടക്കുന്ന ഒരു എഫക്റ്റ് വേണമെങ്കിൽ ഈ എഫക്റ്റ് ടാബിലേക്ക് പോയിട്ട് ബ്ലൂം എന്നുള്ള ഓപ്ഷൻ കേട്ടോ, ഈ ബ്ലൂം
കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രിപ്പ് ലൈറ്റൊക്കെ കത്തി കിടക്കും. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുറത്തുനിന്ന് വരുന്ന വെളിച്ചത്തിനും ആ ഒരു ബ്ലൂം കൂടി വരും. ഞാനിത് കൂട്ടിയിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മളുടെ ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു ജനലിലൂടെ നിന്ന് കയറുന്ന ലൈറ്റിനെ അത് ബ്ലൂമായിട്ട് ബാധിക്കാറുണ്ട്. ഈ കർട്ടൻ കിടക്കുന്നതുകൊണ്ട് അറിയില്ല, കർട്ടൻ ഇൻവിസിബിൾ ഡ്രൈ ട്രേസിങ് അല്ലല്ലോ. ഇതിൽ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, അതായത് കർട്ടൻ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഈ ബ്ലൂം എന്ന് പറയുന്ന എഫക്റ്റ് ലൈറ്റുകൾക്ക് എല്ലാത്തിനും ബാധകമാവും. അപ്പോൾ നാച്ചുറൽ ലൈറ്റ് അകത്തേക്ക് കയറ്റുന്നുണ്ടെങ്കിൽ ബ്ലൂം അഡ്ജസ്റ്റ് ചെയ്ത് നോക്കണം എപ്പോഴും, അല്ലെങ്കിൽ ഭയങ്കര വെയിലടിക്കണായിട്ടൊക്കെ തോന്നും. നമ്മൾ നേരത്തെ കണ്ട പോലെ ഈ ഒരു ഫസ്റ്റ് ഷോട്ടിനകത്ത് കണ്ടോ ലൈറ്റ് ഭയങ്കരമായിട്ട് കയറി വരണ പോലെ തോന്നുന്നുണ്ട്. അത് എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്താൽ റെഡി ആവും. എക്സ്പോഷർ ഒന്ന് കുറച്ച് കൊടുക്കുക. ഞാൻ ബ്ലൂം കൂട്ടിക്കഴിഞ്ഞാൽ കണ്ടോ ഈ കർട്ടൻ തിളങ്ങുന്ന കണ്ടില്ലേ, ബ്ലൂം കൂട്ടി. വെയിലടിക്കുന്നത് കൂടാതെ ഈ ലൈറ്റും ഒക്കെ തിളങ്ങണം കാണാം. അപ്പം എവിടെയൊക്കെ ലൈറ്റ് അടിക്കുന്നുണ്ടോ അവിടെയൊക്കെ തിളക്കം വരും, ഭയങ്കരമായിട്ട് തിളങ്ങുകയും ചെയ്യും ബ്ലൂ കൂട്ടിയാൽ. അപ്പോൾ ഈ സീലിംഗ് ലൈറ്റുകൾക്ക് നിങ്ങൾ ഈ പറയുന്ന പോലെ കത്തി ജ്വലിച്ച് നിൽക്കുന്ന ഒരു വ്യൂ വേണമെങ്കിൽ ഇങ്ങനത്തെ നാച്ചുറൽ ലൈറ്റ് കയറ്റുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക. സീലിംഗ് ലൈറ്റിൽ മാത്രം നിങ്ങൾ ഷോട്ട് എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇങ്ങനൊരു ലൈറ്റ് തിളങ്ങുന്ന എഫക്റ്റ് നല്ല രീതിയിൽ കിട്ടും. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കറക്റ്റാണ് ലൈറ്റ് തിളങ്ങണേ, മനസ്സിലായില്ലേ? സീലിംഗ് ലൈറ്റ് കൂടി തിളങ്ങുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അത് വരാൻ പാടില്ല. ബ്ലൂം എപ്പോഴും ഒരു ഒന്നല്ലെങ്കിൽ ഫുൾ ഓഫ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതേപോലുള്ള ലൈറ്റുകൾ നേരെ അടിക്കാണ്ട് സിമത്ത് റൊട്ടേഷൻ മാറ്റി കൊടുത്ത് വെക്കുക, മനസ്സിലായോ? അപ്പോൾ നാച്ചുറൽ ലൈറ്റ് കയറുകയും ചെയ്യും, സീലിംഗ് ലൈറ്റ് കത്തുകയും ചെയ്യും. ആ രീതിയിൽ നമുക്ക് ഷോട്ടുകൾ കിട്ടും. അപ്പോൾ ബ്ലൂം അഡ്ജസ്റ്റ് ചെയ്യേണ്ടപ്പോൾ എന്താ ചെയ്യേണ്ടത്, സണ്ണിൻ്റെ ഓറിയൻറ്റേഷനും കൂടി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പക്ഷെ ഞാനിവിടെ സെക്ഷൻ പ്ലെയിനൊക്കെ ഇട്ട് ഷോട്ട് എടുക്കാൻ വേണ്ടി എടുത്താണ്, നിങ്ങൾ കാണുന്നില്ല കട്ടായിരിക്കുന്നത്. അത് നോക്കണ്ട. നമ്മൾ അപ്പർ ലിവിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെയും ഇത് പറഞ്ഞ പോലെ ഭയങ്കര ഒരു എക്സ്പോഷർ കയറി വന്നിട്ടുണ്ട്. എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്ത് എപ്പോഴും സെറ്റ് ചെയ്യാവുന്നുള്ളൂ. ഇവിടെയും ഞാൻ മാക്സിമം നാച്ചുറൽ ലൈറ്റ് അകത്തേക്ക് കയറ്റാനായിട്ട് നോക്കിക്കണ്ട്. ഈ ഒരു കർട്ടൻ വഴി ലൈറ്റ് മാക്സിമം ഇങ്ങോട്ട് കടത്താനാണ് ശ്രമിച്ചത് ഈ ഷോട്ട് എടുക്കാനായിട്ട്. കാരണം ഈ ടൈലിൻ്റെ ഒക്കെ ഒരു തിളക്കം വെച്ചിട്ട് നമുക്ക് റിഫ്ലക്ഷൻ കിട്ടും. റിഫ്ലക്ഷൻ കിട്ടണമെങ്കിൽ നമുക്ക് ലൈറ്റ് പുറത്തുനിന്നകത്തേക്ക് വരണം, അല്ലാണ്ട് ടൈലിൻ്റെ ഒരു എഫക്റ്റ് ഭംഗി നമുക്ക് കാണത്തില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ കർട്ടൻ ആദ്യം ക്ലോത്ത് ആക്കുന്നു, പിന്നെ ലൈറ്റ് കയറ്റണമെങ്കിൽ ഇൻവിസിബിൾ റൈസിങ് ഓൺ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നമ്മുടെ എൻവയോൺമെൻറ്റിൽ പോയി ഈ ഒരു ഭാഗം ആൾട്ടിറ്റ്യൂഡ് മെഷർമെൻറ്റും വെച്ച് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ കസ്റ്റം സ്കൈലൈറ്റ് ഇട്ടിട്ടാണ് എൻ്റെ ഇൻറ്റീരിയർ മുഴുവൻ ചെയ്യണത്. അത് എപ്പോഴും ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. കസ്റ്റം സ്കൈലൈറ്റാണ് ഞാൻ ഉപയോഗിക്കാറുള്ളൂ. ജിയോ ആൻഡ് സ്കൈയോ HDRIയോ യൂസ് ചെയ്യാറില്ല. അത് ഞാൻ എക്സ്റ്റീരിയറൊക്കെ ചെയ്യും, പക്ഷേ ഇൻറ്റീരിയറിൽ എപ്പോഴും ഞാൻ കസ്റ്റം ഇട്ടിട്ടാണ് ചെയ്യാറ്. എനിക്ക് എപ്പോഴും മാക്സിമം ലൈറ്റ് കിട്ടുന്നത് കസ്റ്റം ചെയ്യുമ്പോഴാണ്. ഓക്കെ, അത് പല ആംഗിളിൽ എൻ്റെ ഷോട്ടിനെ ആവശ്യമുള്ള പോലെ ഞാൻ ലൈറ്റ് അടുപ്പിച്ചെടുക്കും. അതുപോലെ തന്നെ പിന്നെ ഈ ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ് ഇട്ട് കൊടുക്കുന്ന സ്ഥലത്തൊക്കെ ഞാൻ എൻ്റെ ഷോട്ടിനെ ബാധിക്കുന്ന പോലെ ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് ലൈറ്റ് അപ്പ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ ഒരു പ്രൊജക്റ്റ് ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. കാരണം ഇങ്ങനെയൊക്കെ ഒരു വലിയൊരു ഇൻറ്റീരിയറൊക്കെ നമുക്ക് ഒറ്റയടിക്ക് ചെയ്തെടുക്കാനായിട്ടുള്ള സിസ്റ്റം ഉണ്ടെങ്കിൽ D5 കൊണ്ട് താങ്ങും എന്നെനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അത് ഒന്ന് കാണിക്കാനും കൂടിയാണ് ഞാൻ ഈ ഒരു എന്താ പറയുക വീഡിയോ ഇട്ടത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതേപോലുള്ള വർക്കൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എല്ലാവരുടെ ഒരു ആഗ്രഹമല്ലേ വലിയ വലിയ ഇൻറ്റീരിയറൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിന് പറ്റിയ ഒരു സിസ്റ്റമൊക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ പറഞ്ഞ പോലെ നാച്ചുറൽ ലൈറ്റ് എപ്പോഴും മാക്സിമം കയറ്റാൻ നോക്കുക. സ്പോട്ട് ലൈറ്റുകൾ, അതുപോലെ തന്നെ റെക്ടാങ്കിൾ ലൈറ്റ്, ഡിസ്ക് ലൈറ്റ്, ഇതിനെയൊക്കെ നേരെ കൊണ്ടുവന്നിടാതെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ ഇടുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഡിസ്ക് ലൈറ്റൊക്കെ ഞാൻ ഇവിടെ ചരിച്ച് വെച്ചിരിക്കുകയാണ് എനിക്ക് താഴേക്ക് അടിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഏത് ആംഗിളിലാണ് ലൈറ്റ് വേണ്ടത് ആ രീതിയിലൊക്കെ ചരിച്ച് കൊടുക്കുക. പിന്നെ ഈ സ്പോട്ട് ലൈറ്റൊക്കെ ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് അതിന് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യും, ഇൻസിറ്റ് കൺട്രോൾ ചെയ്യും, അതൊക്കെ നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ എല്ലാത്തിനും വെറുതെ കൊണ്ടുവന്നിടാണ്ട് അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. എപ്പോഴും ഓരോ പ്രോപ്പർട്ടിയും ഒന്ന് ചെയ്ത് നോക്കേണ്ടത്. ഒരു ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനെ മാക്സിമം ഇൻസിറ്റ് ഇട്ട് നോക്കുക, അതിനെ പയ്യെ കുറച്ച് കൊണ്ടുവരിക. അതിൽ വാം ലൈറ്റൊക്കെ നിങ്ങൾക്ക് ഇടുമ്പോൾ ഏറ്റവും മാക്സിമം വാം ആക്കുക, പിന്നെ നിങ്ങൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുക, അങ്ങനെ നോക്കുക. അപ്പോൾ അങ്ങനെ ഓരോന്നിനെയും ട്വീക്ക് ചെയ്ത് തന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് മാറുമ്പോൾ എന്താണ് മാറുന്നതെന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ ആയിരിക്കും നമുക്ക് ഈ എല്ലാ പ്രോപ്പർട്ടീസ്, അതൊരു ഇവനൊരു മെറ്റീരിയലിൻ്റെ ഈ ഒരു സോഫയുടെയൊക്കെ പറഞ്ഞാൽ സോഫയുടെ എല്ലാം ഞാൻ കണ്ടോ ടെംപ്ലേറ്റ് ക്ലോത്ത് ആക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് റഫ്നെസ് ഫുൾ ആക്കിയിട്ട് മെറ്റാലിക് 0.66 അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഈ ഒരു ക്ലോത്ത്
ക്ലോത്ത് എന്നുള്ളൊരു എഫക്റ്റിലേക്ക് അത് പോകുന്നത്. അത് വെറുതെ ക്ലോത്ത് മെറ്റീരിയൽ മാത്രം ആക്കിക്കൊണ്ട് അത് മാറുന്നില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണം. അതായത് എല്ലാ മെറ്റീരിയലിനും പ്രോപ്പർട്ടീസും ഫുൾ ആക്കിയിട്ട് പിന്നെ കുറച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് മാറുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് ടിപ്സ് പറയാനാണ് ഈ ഒരു വീഡിയോ ഇട്ടത്. പിന്നെ ഈ ഒരു എന്താ പറയുക, ഒരു പ്രൊജക്റ്റ് എനിക്ക് കാണിക്കാമെന്നുണ്ടായി നിങ്ങൾ, അതുകൊണ്ട് വേണം. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.